ഹായ് എവരിവൺ, ക്രസ്റ്റ് ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ വെഡ്ഡിംഗ് വർക്ക്സ് നിങ്ങൾ കാണുന്നുണ്ട് എന്നറിയാം, വളരെ സന്തോഷം. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, എന്താണെന്ന് നമുക്ക് നോക്കാം. ജോൺ എലിയറ്റിൻ്റെ ഫേമസ് ആയ ഒരു വാചകം നമുക്കറിയാം, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പുസ്തകത്തിൻ്റെ കവർ കണ്ടുകൊണ്ട് അതിനെ വിലയിരുത്തരുത് എന്ന്. അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ബാഗ്. ഈ ഒരു സഞ്ചിക്കൂടിലിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. എന്താണെന്നല്ലേ, അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കൊന്ന് വിലയിരുത്താമോ, ഈ ഒരു ബാഗിന് എന്ത് വില വരും? ഞാനിനി എന്തൊക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളത് എന്ന് നിങ്ങളെ കാണിക്കാം. ഇത് എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. ഞാൻ പുതിയൊരു ക്യാമറ വാങ്ങിക്കുകയുണ്ടായി, അതിന് റിലേറ്റ് ചെയ്ത ലെൻസ് എടുത്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതുണ്ട്. അതാണ് ഈ ഒരു ബാഗിലുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനത് ഓപ്പൺ ചെയ്ത് പുറത്ത് വയ്ക്കുകയാണ്. ഇത് 35mm G-Master ലെൻസ് ആണ്, 1.4 ഓപ്പണിംഗ്. $85mm സോണി G-Master ലെൻസ് ആണിത്. ഇതും 1.4 ഓപ്പണിംഗ് ഉള്ള ലെൻസാണ്. പ്രധാന അപ്ഡേറ്റ്സ് ഇനി ഞാൻ പുറത്തെടുക്കുകയാണ്. ഇത് ഏത് ക്യാമറ എന്ന് നിങ്ങൾക്കറിയാം, സോണി A9 III ഗ്ലോബൽ ഇമേജ് ഷട്ടറോടെ ഇറക്കിയ ലോകത്തിലെ ആദ്യ ക്യാമറ. വളരെ ചുരുക്കം ചിലർ മാത്രമേ ഇതെടുത്തിട്ടുള്ളൂ. അതിൽ ഒന്നായി മാറുവാൻ എനിക്കും ദൈവം സഹായിച്ചു. ഇതാണ് ആ ബാഗിലെ മേജർ അപ്ഡേറ്റ്സ്. സോണി A9 III 35mm 85mm ലെൻസ്. ഇതുമായി ബന്ധപ്പെട്ട ചില അക്സസറീസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതും നിങ്ങളെ പരിചയപ്പെടുത്താം. ഓൾറെഡി മറ്റ് ഫ്ലാഷ് യൂണിറ്റുകൾ ഉള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ ഇതുമായി റിലേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു ഫ്ലാഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഗോഡക്സിൻ്റെ V860 എന്നുള്ള ഫ്ലാഷ് ഞാൻ വാങ്ങിച്ചു. ഇത് കാർഡ് റീഡറാണ്. സാധാരണ കാർഡ് റീഡറല്ല, ഇത് കുറച്ച് വാല്യൂ കൂടിയ ഒരു കാർഡ് റീഡറാണ്. ഇതിന് പിന്നീട് അൺബോക്സിങ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതുമായി ബന്ധപ്പെട്ട് 2 കാർഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് 64 GB ടഫ് കാർഡും അതിനേക്കാളും കൂടിയതൊന്നാണ് 80 GB CF എക്സ്പ്രസ് എന്നുള്ള കാർഡ്. സോണി A9 III സ്പോർട്സ് സീരീസിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ക്യാമറയാണെന്ന് പറഞ്ഞാൽ വളരെ അതിവേഗം തന്നെ നമുക്ക് പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ഓരോ വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഒത്തിരി പിക്ചേഴ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് ഉള്ള വീഡിയോസിൽ ഞാനത് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ കാർഡ് തന്നെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ കാർഡും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ചില ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഉണ്ട്. അഡീഷണൽ, കാരണം ഇതിന് അഡീഷണൽ ഒരു ബാറ്ററി കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനോട് ഒരു ബാറ്ററി ഉണ്ട്, അഡീഷണൽ ബാറ്ററി ഒന്ന് വാങ്ങിക്കുകയുണ്ടായി. പിന്നെ 35mm ഉള്ള UV ലഭിച്ചു. എനിക്ക് 85mm UV ലഭിച്ചിട്ടില്ല, അതിന് വാങ്ങിക്കാനായിട്ട് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ വാങ്ങിച്ചു. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. ഇത് നമുക്ക് ക്യാമറയോട് ഉപയോഗിക്കുന്ന സ്ട്രിപ്പ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് ലെൻസുകളിലൂടെ വരാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്. ഈ ബാഗിൽ ബാക്കിയൊന്നുമില്ല, ബാക്കി ബില്ല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്കൊന്നും പറയാമോ ഇതിന് എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും? ചുമ്മാ ട്രൈ ചെയ്ത് നോക്കും. ആ വാല്യൂ കമൻറ്റ് ചെയ്യൂ. ഞാൻ അതിന് പിന്നെ ഡീറ്റെയിൽസ് വാല്യൂവും ഇതെല്ലാം പിന്നീട് നിങ്ങളോട് പറയാം. ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒരു ബാഗിനെ വാല്യൂ ഉള്ളതാക്കി മാറ്റിയത് എൻ്റെ ഈ ഒരു അക്സസറീസാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോണി A9 III അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.